അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലുള്ള പോപ്പുലർ വെഹിക്കിൾസിന്റെ ട്രൂ വാല്യൂ ഷോറൂമില്ലേ. ഓണം പ്രമാണിച്ചിട്ട് ഒരുപാട് സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ട്. ഇത് മാരുതിയുടെ എക്സ്പ്രസോ അല്ലേ? അതെ. ഏതാ മോഡൽ വരുന്നത്? ഇത് എക്സ്പ്രസോ VXi 2020 മോഡലാണ്. 20 മോഡൽ. ഓണർഷിപ്പോ? ഇത് സെക്കൻഡ് ഓണർ ആണ്. 45,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. 45,000 കിലോമീറ്റർ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം. VXi എന്തൊക്കെ ഫീച്ചേഴ്സ് വരും? VXi വരുന്നത് AC പവർ സ്റ്റിയറിംഗും ഫ്രണ്ട് 2 ഡോർ പവർ ഉണ്ടോ, സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, സീറ്റ് കവർ കാര്യങ്ങളെല്ലാം എക്സ്ട്രാ വരുന്നുണ്ട്, പിന്നെ എയർ ബാഗ്, ABS ബ്രേക്ക് കാര്യങ്ങളും റിവേഴ്സ് പാർക്കിംഗ് സെൻസറും വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും VXi തന്നെ ഉണ്ടല്ലേ? അതെ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമുക്ക് പ്രൈസ് വന്നിട്ട് 390 വരുന്നുള്ളൂ. 3,90,000 രൂപ. അതിൽ നമ്മൾ ആക്സസറീസിന്റെ ഗിഫ്റ്റ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നു. ഓണം പ്രമാണിച്ചിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു ആക്സസറീസിന്റെ ഒരു കിറ്റും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അതൊക്കെ ചോദിച്ചു മേടിക്കുക. ഈ മാസം തന്നെ വാഹനങ്ങൾ എടുക്കാൻ പരമാവധി ശ്രമിക്കുക. നമുക്ക് ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? നമുക്ക് ഇതുവരെയൊക്കെ ആണെങ്കിൽ 60,000 രൂപ 70,000 രൂപ ആ റേഞ്ച് നമുക്ക് ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരില്ലേ? പിന്നെ കസ്റ്റമർ പ്രൊഫൈൽ നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റും? പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഇതിന് 6 മാസത്തേക്കുള്ള മാരുതിയുടെ വാറന്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 3 ഫ്രീ സർവീസും വരുന്നുണ്ട്. ഓൾ ഇന്ത്യ സർവീസ് സെന്ററിൽ നമുക്ക് ഇത് ക്ലെയിം ചെയ്യാൻ വേറെ പേടിക്കേണ്ട ആവശ്യമില്ല. വീണ്ടും തൊട്ടടുത്തുള്ള സർവീസ് സെന്ററിൽ പോകാം അല്ലേ? ഫാമിലി കസ്റ്റമേഴ്സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമാണ് മാരുതിയുടെ വാഗനർ. നമുക്ക് ഇതിന്റെ മോഡൽ എത്ര വരുന്നത്? ഇത് 2016 മോഡൽ വാഗനർ VXi ആണ് വരുന്നത്. ഓക്കെ. ഓണർഷിപ്പ് എത്ര? ഇത് സെക്കൻഡ് ഓണർ വെഹിക്കിൾ ആണ്. 79,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. 79,000 അല്ലേ? VXi എന്തൊക്കെ ഫീച്ചേഴ്സ് വരും? VXi വരുന്നത് ACയും പവർ സ്റ്റിയറിംഗും 4 ഡോർ പവർ ഉണ്ടോ, മിറർ ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ ആയിരിക്കും. കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റംസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. റിമോട്ട് സെൻട്രൽ ലോക്ക് വരും. ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ റിയർ വൈപ്പർ, ഡീഫോഗർ, ഫ്രണ്ടിൽ ഫോഗ് ലാംപ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ആ ഒരു സമയത്ത് തന്നെ ഉണ്ട്. ഇതിന് പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസ് നമുക്ക് ഇത് 3,70,000 രൂപയാണ് നമുക്ക് ഫൈനൽ പ്രൈസ് ചെയ്യുന്നത്. 370. ഒരു 70 രൂപ ഡൗൺ പേയ്മെന്റ് ഒന്നും വണ്ടി ഇറക്കാം അല്ലേ? ഞാൻ എടുത്ത് ചോദിക്കേണ്ടത്, ഈ വാഹനത്തിന് വാറന്റി ഉണ്ടോ? അതെ, നമ്മൾ 1 വർഷത്തേക്ക് വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നു. 1 വർഷത്തേക്ക് വാറന്റി ഉണ്ട്. വാഗനർ ഓട്ടോമാറ്റിക് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു വാഹനമാണ്. നല്ല ക്വാളിറ്റി വാഹനം നിലവിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് ഇതിന്റെ മോഡൽ എത്ര വരുന്നത്? ഇത് 2017 മോഡൽ വാഗനർ VXi ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓണർഷിപ്പോ? ഇത് സെക്കൻഡ് ഓണർ ആണ്. 47,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിക്കും. വെറും 47,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ അല്ലേ? ഇത് VXi ഓട്ടോമാറ്റിക് എന്താണ് ഫീച്ചേഴ്സ് വരിക? VXi ഓട്ടോമാറ്റിക്കിനകത്ത് വരുന്ന ഫീച്ചർ എന്ന് പറയുമ്പോൾ ACയും പവർ സ്റ്റിയറിംഗും 4 ഡോറും പവർ ഉണ്ടോ, സെൻട്രൽ ലോക്ക്, റിമോട്ട് സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, പിന്നെ സ്റ്റീരിയോ, ടിൽറ്റ് സ്റ്റിയറിംഗ്, ബാക്ക് വൈപ്പർ, ഡീഫോഗർ, പിന്നെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം ഉള്ള ഒരു വാഹനം തന്നെയാണ്. ഇനി അറിയേണ്ടത് ചോദിക്കുന്ന പ്രൈസ് ആണ്. ഇത് നമുക്ക് 4,40,000 രൂപയാണ് പ്രൈസ് വരുന്നത്. എത്ര നമുക്ക് ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും? ഒരു 70 രൂപ റേഞ്ച് ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും അല്ലേ? അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് വാറന്റി കൊടുക്കുന്നുണ്ട്. അതെ, ഇത് നമ്മൾ 1 വർഷത്തേക്ക് അല്ലെങ്കിൽ 16 കിലോമീറ്റർ വരെ പോപ്പുലർ വാറന്റി കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് മാരുതിയുടെ ബിഗ് വാഗനർ അല്ലേ? ഇത് മോഡൽ എത്ര വരുന്നത്? ഇത് വാഗനർ 2019 മോഡൽ VXi 1.2 1200cc എഞ്ചിൻ വരുന്ന വാഗനറാണ്. 2 ടൈപ്പ് വരുന്നുണ്ട്. 1000cc വരുന്നുണ്ട്, 1200cc വരുന്നുണ്ട്. ഇത് 1200 ആണ്. എത്ര കിലോമീറ്റർ ഓടി? ഇത് കിലോമീറ്റർ 53,000 കിലോമീറ്റർ ഓടി. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. പുതിയൊരു മോഡലിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? വാഗനറിന്റെ ഇതിനകത്ത് വരുന്ന ഫീച്ചർ VXi വേരിയന്റ് ആണ്. ഇതിനകത്ത് വരുന്നത് ACയും പവർ സ്റ്റിയറിംഗും 4 ഡോർ പവർ ഉണ്ടോ, മിറർ ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ മിറർ ആയിരിക്കും. എക്സ്ട്രാ ടച്ച് സ്ക്രീൻ സ്റ്റീരിയോ കാര്യങ്ങൾ, റിവേഴ്സ് ക്യാമറ, ഫ്രണ്ട് ക്യാമറ, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റി സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വരുന്നുണ്ട്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് ചെയ്തിട്ടുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമുക്ക് പ്രൈസ് വന്നിട്ട് 4,90,000 രൂപയാണ് വരുന്നത്. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല? പിന്നെ തീർച്ചയായിട്ടും. ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? നമുക്കൊരു 70,000 അടുത്തൊക്കെ നമുക്ക് ഡൗൺ പേയ്മെന്റ് കൊടുക്കാം അല്ലേ? ഇതിന് പിന്നെ വാറന്റി കാര്യങ്ങളുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും മാരുതിയുടെ 6 മാസത്തേക്കുള്ള വാറന്റി വരുന്നുണ്ട്. 3 ഫ്രീ സർവീസ് ഉണ്ടാവും. 3 ഫ്രീ സർവീസ് ഉണ്ട്. ഇത് മാരുതിയുടെ വാഗനർ ഏതാ മോഡൽ വരുന്നത്? ഇത് വാഗനർ LXi 2015 വണ്ടിയാണ്. ഓക്കെ. ഓണർഷിപ്പ്? ഇത് 3ാമത്തെ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ ആണ് 80,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 80,000. ഏത് വേരിയന്റ് ഏതാ? ഇത് LXi വേരിയന്റ്. ഇതിലെന്തൊക്കെ ഫീച്ചേഴ്സ് വരും? ഇതിനകത്ത് വരുന്നത് ACയും പവർ സ്റ്റിയറിംഗും ഫ്രണ്ട് 2 ഡോർ പവറിന്റെ വരുന്നുണ്ട്. കൂടാതെ റിവേഴ്സ് ക്യാമറ, സ്റ്റീരിയോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അഡീഷണൽ വെച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻ വണ്ടിയാണ്. ചോദിക്കുന്ന പ്രൈസ് നമുക്ക് 2,75,000 രൂപ നമുക്ക് കൊടുക്കാം അല്ലേ? അടുത്തായിട്ട് മാരുതിയുടെ കുറച്ച് വലിയ വാഹനം നോക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനം ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടല്ലേ? ഏതാ മോഡൽ? ഇത് ബ്രസയുടെ ലേറ്റസ്റ്റ് മോഡലാണ്. 2023 മോഡൽ. 2023 മോഡൽ. ഓണർഷിപ്പ്? ബ്രസ LXi വേരിയന്റ് ആണ്. സിംഗിൾ ഓണർ വണ്ടി. 22,000 കിലോമീറ്റർ മാത്രം വരും. പെട്രോൾ മാനുവൽ അല്ലേ? അതെ. LXi എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത്? LXi വരുന്നത് നമുക്ക് ACയും പവർ സ്റ്റിയറിംഗും 2 എയർ ബാഗ്, 4 ഡോർ പവർ ഉണ്ടോ, ഇലക്ട്രോണിക് മിറർ, സെൻട്രൽ ലോക്ക്, ടിൽറ്റ് സ്റ്റിയറിംഗ് വരുന്നുണ്ട്, മിറർ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ മിററാണ് വരുന്നത്. അഡീഷണൽ ആയിട്ട് ടച്ച് സ്ക്രീൻ, സ്റ്റീരിയോ, ക്യാമറ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് നമുക്ക് ഇതിനകത്ത് ട്രാക്ഷൻ കൺട്രോൾഡ്, ഹിൽ ഹോൾഡ്, അങ്ങനെയുള്ള കുറെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. LXi ആണെങ്കിലും എല്ലാ ഫീച്ചേഴ്സും വാഹനത്തിനുണ്ട് അല്ലേ? അത് എത്ര കിലോമീറ്റർ ഓടി? 22,000 കിലോമീറ്റർ. ഒരു ലോ കിലോമീറ്റർ ഓടിയ ബ്രസൊക്കെ നോക്കുന്നവർക്ക്, ഒരു പുതിയത് എടുക്കാൻ നിൽക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനം. ഇത് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് പ്രൈസ് വന്നിട്ട് 8,35 ആണ് നമുക്ക് പ്രൈസിങ്. 8,35. ഇതിന് വാറന്റി കാര്യങ്ങളുണ്ട്? ഇതിന് വാറന്റി വരുന്നുണ്ട്. ഇതിന് നിലവിൽ എക്സ്റ്റൻഡ് വാറന്റി, കമ്പനി വാറന്റി നിലവിൽ നിൽപ്പുണ്ട്.
അത് 5 വർഷത്തിന്റെ കംപ്ലീറ്റ് ആയിട്ട് ലൈവിൽ നമുക്ക് അവൈലബിൾ ആണ്. അതായത് 2028 വരെ നമുക്ക് വാറണ്ടി ലൈവ് നിൽക്കുന്നുണ്ട്. കൂടാതെ ട്രൂ വാല്യൂ നിന്ന് എടുക്കുന്നതിന്റെ 1 ഇയർ വാറണ്ടി ആഡ് ഓൺ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് 2029 വരെ വാറണ്ടി ഉണ്ടാവും. ഒരു വർഷം അഡീഷണൽ നിങ്ങളുടെ ഉണ്ടാവും. അപ്പൊ ടോട്ടലി 2029 വരെ വാറണ്ടി, 3 ഫ്രീ സർവീസ് ഉള്ള വാഹനമാണ്. ഇത് മാരുതിയുടെ ബലേന, നല്ല ക്വാളിറ്റി വാഹനം നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഇതിന്റെ മോഡൽ എത്ര തന്നെ? ഇത് 2018 മോഡൽ ബെൽനോ ആൽഫ വേരിയന്റ് ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓണർഷിപ്പോ? ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 35,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവൽ ആണോ? അതെ, മാനുവൽ ആണല്ലേ. ഇതില് ആൽഫ എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത്? ആൽഫ എന്ന് പറയുന്നത് നമുക്ക് ടോപ്പ് ആൻഡ് വേരിയന്റ് ആണ് വരുന്നത്. ഇതിനകത്ത് ഫീച്ചർ 4 ഡോർ പവർ ഉണ്ടോ, ഇലക്ട്രോണിക് മിറർ, ഫോൾഡബിൾ മിറർ വരുന്നുണ്ട്. കീലെസ് എൻട്രി, കീ നമുക്ക് പോക്കറ്റിൽ കിടന്നിട്ടുള്ള കീലെസ് എൻട്രി, പുഷ് ബട്ടൺ സ്റ്റാർട്ടർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ വന്നിട്ട് ടച്ച് സ്ക്രീൻ, സ്റ്റീരിയോ, റിവേഴ്സ് ക്യാമറ, സെൻസർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അലവിലടക്കം വരുന്ന വാഹനം. ടയറും കാര്യങ്ങളെ കണ്ടീഷൻ അല്ലേ? ടയറെല്ലാം നല്ല കണ്ടീഷനുള്ള ടയറാണ്. നല്ല കണ്ടീഷൻ ടയേഴ്സ്, പ്രൊജക്ടഡ് ഹെഡ് ലാമ്പ് കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമുക്ക് 650 പറയുന്നത്. 6,50,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. വാറണ്ടി ഉണ്ടാവും? പിന്നെ തീർച്ചയായിട്ടും. ഇത് മാരുതി സർട്ടിഫൈഡ് വാറണ്ടി നമുക്ക് 6 മന്തിന്റെ വാറണ്ടി വരുന്നുണ്ട്. കൂടാതെ 3 ഫ്രീ സർവീസ് നൽകുന്നുണ്ട്. ഇത് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ആണ്, അതും ഓട്ടോമാറ്റിക് അല്ലേ? ഇത് മോഡൽ എത്ര തന്നെ? ഇത് 2018 മോഡൽ സ്വിഫ്റ്റ് VXI ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. ഓണർഷിപ്പ്? ഇത് സെക്കൻഡ് ഓണർ ആണ്. 47,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. 47,000 കിലോമീറ്റർ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. VXI ഓട്ടോമാറ്റിക്കിൽ എന്താണ് ഫീച്ചേഴ്സ് വരിക? VXI ഓട്ടോമാറ്റിക്കകത്ത് വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ ഉണ്ടോ, സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക്, ടിൽറ്റ് സ്റ്റിയറിംഗ്, മിറർ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ മിറർ ആയിരിക്കും. ഡ്യുവൽ എയർ ബാഗ് വിത്ത് ABS ബ്രേക്ക്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റർ, അതിനുള്ള ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിന് ചോദിക്കുകയാണ് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ചെയ്യാൻ? നിലവിൽ വണ്ടിക്ക് വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, കണ്ടീഷൻ വണ്ടി. അതിന് ചോദിക്കുന്ന പ്രൈസ് നമുക്ക് 6,25,000 രൂപയാണ് നമുക്ക് പ്രൈസിങ് വരുന്നത്. ആക്സസറീസിന്റെ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 10,000 രൂപയുടെ ആക്സസറീസും കാര്യങ്ങളും ഓണം പ്രമാണിച്ചിട്ട് കൊടുക്കുന്നുണ്ടല്ലേ? പിന്നെ നമുക്ക് ലോൺ ചെയ്യുമ്പോൾ ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കണ്ടേ? ലോൺ ചെയ്യുമ്പോൾ നമുക്ക് വണ്ടി വിലയുടെ ഒരു 90% വരെ നമുക്ക് ലോൺ കിട്ടും. നമുക്കൊരു 1 lakh ഒക്കെ ഡൗൺ പേയ്മെന്റ്, 1 lakhനടുത്തൊക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും. ഓക്കെ. ഇതിന് വാറണ്ടി കാര്യങ്ങളുണ്ടോ? വാറണ്ടി വരുന്നുണ്ട്. മാരുതി സർട്ടിഫൈഡ് വാറണ്ടി 6 മാസത്തേക്ക് അല്ലെങ്കിൽ 7,500 കിലോമീറ്റർ വരെ വാറണ്ടി ഉണ്ടാവും. ആഫ്റ്റർ ഡെലിവറി 3 ഫ്രീ സർവീസ് ഉണ്ടാവും. അടുത്തായിട്ട് സാധാരണക്കാരന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായിട്ടുള്ള മാരുതിയുടെ ഓൾട്ടോ 800. ഏതേത് മോഡലായിരുന്നു? ഇത് 2015 മോഡൽ ഓൾട്ടോർ ആണ്. LXI വേരിയന്റ് ആണ് വരുന്നത്. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ വണ്ടിയാണ്. 70,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. എത്ര കിലോമീറ്റർ? 70,000 കിലോമീറ്റർ അല്ലേ? LXI വേരിയന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ്? LXI വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ ആണ്. സീറ്റ് കവർ, സ്റ്റീരിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അല്ലേ? അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനം തന്നെയാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമുക്ക് പ്രൈസ് വന്നിട്ട് 2,45,000 രൂപ ചോദിക്കുന്ന പ്രൈസില്. മീഡിയം ബഡ്ജറ്റിൽ നല്ലൊരു വാഹനം അന്വേഷിച്ചിറക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനമാണ്. സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ വളരെ ലോ ആയിട്ട് വരുള്ളൂ അല്ലേ? അതിന് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരുപാട് ആവശ്യകതയുള്ള ഒരു വാഹനമാണ് മാരുതിയുടെ സ്വിഫ്റ്റ്, അതും ഡീസൽ എഞ്ചിന് വരുന്ന വാഹനം അല്ലേ? ഇതിന്റെ മോഡൽ എത്ര തന്നെ? ഇത് 2012 മോഡൽ സ്വിഫ്റ്റ് VDI ആണ് വരുന്നത്. VDI. ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 160 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസൽ വാഹനമാണ്, അത്ര കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ഓടും. VDIയിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത്? VDIയിൽ വരുന്നത് AC പവർ സ്റ്റിയറിംഗും, 4 ഡോർ പവർ ഉണ്ടോ, ഇലക്ട്രോണിക് മിറർ വരും, സ്റ്റീരിയോ കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്, സീറ്റ് കവറൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട്, സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ടതെല്ലാം ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം തന്നെയാണ്. ഇതിന് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് എന്തെങ്കിലും ഇല്ല. ഇതിന് ഡോർ മാറിയിട്ടുണ്ട്. വേറെ മേജർ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് തന്നെ ഇല്ല, ഒന്നുമില്ല. ഇനി എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുള്ള കച്ചവടമാണ്. അതുകൊണ്ട് തന്നെ വേറെ കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് പറയാം? ഇത് നമുക്ക് 2,95,000 രൂപയ്ക്ക് കൊടുക്കാം. 295. ഒരു ലോ ബജറ്റിൽ ഒരു സ്വിഫ്റ്റ് ഡീസൽ ആഗ്രഹിച്ച് നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ വാഹനമാണ്. ഏകദേശം ഒരു 5,000 മുതൽ 10,000 വരെയുള്ള ആക്സസറീസും കാര്യങ്ങളൊക്കെ ഗിഫ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നതാണ്. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് പെരുമ്പാവൂർ ട്രൂ വാല്യൂ ഷോറൂം. അപ്പോൾ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യും.